ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാഴപ്പിളാക്കൽ അനുവദിച്ച 7.5 ലക്ഷം ഉപയോഗിച്ച് കടനാട് ചെക്ക് ഡാം നവീകരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാഴപ്പിളാക്കൽ ചെക്ക് ഡാം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളം നൽകുന്ന ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ് ഈ കൈതക്കൽ കോതക്കുഴി കുടിവെള്ള പദ്ധതി എന്ന് മനസ്സിലാക്കുകയും സ്വാഭാവികമായിട്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ചെക്ക് ഡാമുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു വേനല് അടുത്തു വരുന്ന സാഹചര്യത്തില് ഈ വേനൽക്ക് വെള്ളം നിൽക്കുന്ന ചെക്ക് ഡാമുകൾ വളരെ അപൂർവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള തോടുകളിലൊക്കെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മഴ നിന്ന് കഴിഞ്ഞാല് ചെക്ക് ഡാം പറ്റി, അല്ലെങ്കിൽ ചെക്ക് ഡാമിന് ചോർച്ച, അല്ലെങ്കിൽ അവിടെ വെള്ളം നിൽക്കുന്നില്ല, അല്ലെങ്കിൽ സൈഡിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ മീനച്ചി താലൂക്ക് ഏതാണ്ട് ഒട്ടുമിക്ക ചെക്ക് ഡാമുകൾക്കും ഉള്ളത്. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമ്മൾ കണ്ടു കഴിഞ്ഞ വേനൽക്കാലത്ത് ഏതാണ്ട് ഈ ചെക്ക് ഡാമിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരം മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് നല്ല നിലയിൽ അവിടെ ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല ഒരു പ്രോഗ്രാം ഏതാണ്ട് 3, 4, 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആദ്യ വർഷമാണ് നമ്മൾ നടത്തിയത്. നന്നായിട്ട് അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VG സോമൻ, മെമ്പർമാരായ ഉഷ രാജു, JC സണ്ണി, കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് ജോണി അഴകമ്പറമ്പിൽ, ബെന്നി ഇരുരിക്കൽ, അരുൺ പാറയ്ക്കൽ, കുട്ടായി കുറവത്താഴെ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകൃതി രമണീയമായ ഈ സ്ഥലം ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭാവിയിൽ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുന്നതിന് കഴിയുമെന്നും ഇതുവഴി കടനാടിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാഴപ്പിളാക്കൽ പറഞ്ഞു. ചെക്ക് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് മൂലം ചെക്ക് ഡാമിന്റെ ചോർച്ചയ്ക്ക് കാരണമായിരുന്നു. ഇതിന് പരിഹാരമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ചെക്ക് ഡാമിന്റെ സൈഡ് സംരക്ഷണ ഭിത്തി ഉയർത്തി മണ്ണിട്ട് നികത്തുന്നതോടെ കടനാട് കാവുംകണ്ണ റോഡിന്റെ വീതി വർദ്ധിക്കുന്നതിന് ഇടയാക്കും. തോട്ടിലെ ചെളിയും മാലിന്യങ്ങളും കോരി മാറ്റുന്നതോടെ ചെക്ക് ഡാമിന് കൂടുതൽ സംഭരണശേഷിയും കൈവരും.